I'm Khalifim, I'm gaming. So, ഞങ്ങൾ fans എല്ലാവരും ഭയങ്കര confused ആണ് ഈ ഓണം ക്ലാഷ് കാരണം. So, can we have a few questions, please? ചേട്ടാ, എൻ്റെ biggest fan ഞാൻ ഡൽഹിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ ചേട്ടനെ കണ്ടെങ്കിൽ ഇതിന്റെ ഒരിക്കലും ഞാൻ വിചാരിക്കാത്തതാണ്. So my question for you is like, ചേട്ടന്റെ ജീവിതത്തിൽ ലൈഫിൽ one time if you can go back to your college days, what would it be that you want to do first? ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കുന്നു. അല്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ബാക്ക് ബെഞ്ചറായിരുന്നു. അപ്പോൾ കോളേജിൽ പോകുന്ന ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് ചായ പരിപാടി കഴിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി. കോളേജിൽ ആദ്യം കാര്യം ചെയ്യുന്നത് അത് തന്നെയാണ്. താങ്ക് യു ചേട്ടാ ഫോർ യുവർ ആൻസർ. Thank you. We have the next question. Hi. Okay. So my question is like, ഈ ഓണത്തിന് അത് ഫാമിലിയുടെ ഫ്രണ്ട്സിന്റെ രണ്ട് സിനിമകളുണ്ട്. I'm Khalifim, I'm gaming. So ഞങ്ങൾ ഫാൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ് ഈ ഓണം ക്ലാഷ് കാരണം. എന്താണ് അതിനെക്കുറിച്ച് പറയാൻ അങ്ങനെ പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പിടിക്കുന്നു? പൃഥ്വിയുടെ ഖലീഫ് വരുന്നുണ്ട്, ദുൽഖറിന്റെ അയാമി വരുന്നുണ്ട്, ഞങ്ങളുടെ ബർത്ത്ഡേ കുറിക്കുമ്പോൾ വരുന്നുണ്ട്. എന്താ പറയുക, ഒരു സിനിമ അകത്ത് നിൽക്കുന്ന ആളായതുകൊണ്ട് എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമയും ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ഖലീഫയും അയാമിയൊക്കെ വളരെ ബിഗ് ബഡ്ജറ്റിൽ വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ തിയേറ്ററിലോ സിനിമ തന്നെ ഞങ്ങൾ വിജയിപ്പിക്കുന്നത് തന്നെയാണ്. ഞാനാണെങ്കിലും ദുൽഖറാണെങ്കിലും പൃഥ്വിയാണെങ്കിലും വളരെ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചെറുപ്പത്തിൽ എന്നെ ഒരു എടുത്തിട്ടുണ്ട്. അത് വലിയ ഫിലിമായിരുന്നു. ഒരു കാലഘട്ടം Hi, I'm a very big fan. ഭയങ്കര ഫാനാണ്. ചെറുതാകുമ്പോൾ തൊട്ടേ ഭയങ്കര ഫാനാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഇസ്, നമ്മളിപ്പോൾ പാട്ടൊക്കെ കണ്ട്, അപ്പോൾ ആ പാട്ടൊക്കെ കാണുമ്പോൾ എന്താണ് ആ ഓം ശാന്തി ഒരു വൈബാണ് എടുക്കുന്നത് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് ഈ ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിലുള്ള ഒരു കഥയാണ്. ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്. എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് നാളുകൾ മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാന. അത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളതാണ്. നമുക്കിനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഫീൽ ബർത്ത്ഡേ കുറിപ്പിൽ തരുന്നതാണ് വിശ്വസിക്കുന്നത്. Thank you so much. Can we have one last question, please? Thank you so much for coming to this college. കുറേ ആൾക്കാർ ചൈൽഡ് ഡ്രീം ആയിരിക്കും ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞ് അത് എല്ലാവരും ചോദിക്കാനുള്ള ചോദ്യം. കുറേ ജോയിൻ ചെയ്തിട്ടുണ്ട്, കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കത്തെ നിവിൻ പോളി ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് തോന്നിയൊരു ഫിലിം ഉണ്ടോ? ഉമേഷിനറിയോ? ഒരു 80% ഉമേഷും ഒരു 20% ജോർജും. Okay, so I think we'll have one more question. ഒരു ചോദ്യം ആയോ? Hi. Okay.
അതിലെ എല്ലാ സീനും അങ്ങനെയായിരുന്നു. ചിരി കൺട്രോൾ ചെയ്തിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് എല്ലാ സിനിമയിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അഭിനയിച്ച് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഇമോഷണൽ സീൻസ് ചെയ്യാൻ അപ്പം തന്നെ എനിക്ക് ചിരി വരും. എന്താണെന്നറിയില്ല, അത് എല്ലാവരും ഒക്കെ ക്യാരക്ടർ എടുക്കണം, സിനിമ സീരിയസ് ആയിട്ട് കാണാമെന്ന് പറയും. ഞാൻ അങ്ങനെയൊന്നും കാണാറില്ല. എൻ്റെ മൈൻഡിൽ 80% ഉമേഷ് ആയതുകൊണ്ട് ഞാൻ വളരെ ലാഘവത്തോടുകൂടിയാണ് എടുക്കാറ്. ഒരുപാട് സിനിമകളെ അനുസരിച്ച് പോയി. അതിൽ ഞാൻ ഇന്ദ്രൻ ഒരു സീൻ, ഞാൻ അച്ഛൻ്റെ വഴക്കിട്ട് ഒരു ബെഡ്റൂമിൽ ഒരു ഇടി കൂടുന്ന ഒരു സീനുണ്ട്. അതെനിക്ക് ഒരു ദിവസം ഷൂട്ട് പോയി ശരിയാണ്. Thank you so much. ഞാൻ കണ്ടു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. നമ്മുടെ ഫുൾ സ്റ്റുഡൻസ് ആയിട്ട് ഒരു സെൽഫി എടുക്കാവോ?